ഒരു യൂത്തൻ്റെ ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട്. യോ, പേടിച്ച് വിറച്ചു പോയി കേട്ടാ. ജോമോൻ എന്ന് പേരുള്ള വ്യക്തിയാണ്. ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ അവൻ എന്തൊക്കെയോ അങ്ങ് ചെയ്തു കളയോ. വാട്സപ്പിലൂടെ ഒരു ഓഡിയോ അയച്ചിരിക്കുന്നത് നാട്ടുകാർ കേൾക്കണം. യൂത്തന്മാരുടെ ഓരോരോ ലീലാവിലാസങ്ങളെ ഇങ്ങനെ ഡയലോഗ് അടിച്ച് ഓഡിയോ അയച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി ഈ പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് വിട്ടോളുമെന്ന് ആരോ ഉപദേശം കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുതൽ വന്നിട്ട് ഇങ്ങനെ 2 ഓഡിയോ അയച്ചിരിക്കുന്നത്. നാട്ടുകാർ കൂടി കേട്ടിരിക്കണം. കാര്യം ഭീഷണികളെന്നൊക്കെ പറഞ്ഞാൽ മഹാരസമാണ്. ഓരോരുത്തന്മാരുടെ റേഞ്ച് ആലോചിച്ച് നോക്കണേ. ഒന്നുമില്ലെങ്കിലും ഭീഷണിപ്പെടുത്തുമ്പോൾ ആ സംസാരമെങ്കിലും കുറച്ചുകൂടി വ്യക്തമായിട്ട് പറ മോനെ. സതീശനെന്ന് പോലും സ്വന്തം നേതാവിൻ്റെ പേര് കൃത്യമായിട്ട് പറയാൻ പോലും പറ്റുന്നില്ല. ഒരു മടൽ ഓല വെട്ടിയിട്ട് നാക്ക് വടിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി ആ ഓഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എടാ, നീ പറഞ്ഞില്ലേ പട്ടിഷോയാന്ന് യൂത്ത് കോൺഗ്രസ്, അത് നീ ഇനി എൻ്റെ പാർട്ടീനെയും കോൺഗ്രസിനെയും പറഞ്ഞു നടന്നറിയില്ല. ചവിട്ടി എല്ലാം പാട്ടും നിന്റെ ആ ഗ്രൂപ്പില്ലേ, ആ വാർത്ത പറയുന്ന ഗ്രൂപ്പ് നല്ലത് കാര്യം പറയാനോ വർത്താനം പറഞ്ഞ CPM-നെയും BJP-നെയും പൊക്കി നന്നാക്കിക്കോ. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഈ ഗാന്ധിനെ കൊല്ലുമെന്ന് പറഞ്ഞ് പാർട്ടീനെ സപ്പോർട്ടും പിടിച്ച് നടന്നാലില്ല നിന്റെ പണി തീർക്കും. നിന്റെ ജോലിയും പണിയും കമ്പനിയും എല്ലാം പോട്ടാ. ഇത് പറയുന്നത് വേറെ ആളാ കേട്ടാ. എൻ്റെ പേര് അന്വേഷിക്കേണ്ട, അഡ്രസ്സും അന്വേഷിക്കേണ്ട. നിന്റെ പണി ഞാൻ തീർക്കും. ഡയലോഗ് അടിച്ച് കഴിഞ്ഞാൽ നീ വലിയ ആളാന്ന് വിചാരമുണ്ടല്ലോ. ഞാൻ യൂട്യൂബും വാട്സപ്പും കണ്ടു. എന്നാ കോൺഗ്രസ് പട്ടിഷോയി കാണിക്കാം, കോൺഗ്രസിനെ കൊണ്ടിരിക്കാം. എന്നാ VD സതീശനെ കുറ്റം പറഞ്ഞു. VD സതീശൻ നല്ല നേതാവാണ്. നിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെയും VD സതീശനെയും കോൺഗ്രസിനെയും കുറ്റം പറയാം. നീ CPM ആണ്, നിന്റെ കയ്യിരുന്നാൽ മതി. നീ കോൺഗ്രസിനെയും പാർട്ടിനെയും കുറ്റം പറഞ്ഞ് നടന്നാലേ അടിച്ച് നിന്റെ പല്ലെടുക്ക് മാത്രമല്ല നിനക്കും മരണം വരൂടാ. നിന്നെ തന്നെ നിന്റെ പാർട്ടി നിന്നെ കൊല്ലും പറയാം. ഈശോയെ ആരാ കാണിക്കുന്നതെന്ന് പറയാം. നിന്റെ മകളെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല, പിണറായിൻ്റെ മകളെ വീണ. അവള് കോടികൾ മുക്കുന്നില്ല, അവളും പിണറായി നീയാ പട്ടി ഷോ നടത്തുന്നത്. നിന്റെ പാർട്ടി SFI CPM കമ്മ്യൂണിസ്റ്റുമായിട്ട് ഇനി എന്നാ സുബൈവിനെ പോലെ കുറെ പേരെ കൊല്ലുന്നു. അത് നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടാ. ഇനി സുകാരനെ ചീത്ത വിളിക്കുന്നുള്ളൂ. സുകാരനല്ല, കള്ളനും പട്ടിയും നറിയെല്ലാം പിണറായിയും മറ്റേ ബാലഗോപാലനും അവരല്ല. പിണറായിയും മറ്റേ MP ഗോവിന്ദനും CPM-ഉം നീയും കേട്ടാ. മോനെ ജോമോനെ, നിന്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതെല്ലാം നിർത്തി കേട്ടോ മോനെ. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ഒരു മാപ്പ് നിന്നോട് പറയുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ പോയി പണി നോക്കടേ എന്നുള്ളതായിരിക്കും അഭിപ്രായം. നിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനോടോ നിന്റെ സതീശ് അങ്കിളിനോടോ നിന്റെ സുധാകരൻ മാമനോടോ ആരോട് വേണമെങ്കിലും നീ എന്ത് ചെയ്തോളൂ. ഇതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടോളൂ. പറഞ്ഞതൊക്കെയും ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒന്നും നിന്റെ കോൺഗ്രസ്സുകാർ പറയും പോലെ ഗ്യാസോ കള്ളോ പറഞ്ഞിട്ടില്ല. വസ്തുതകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കണ്ടന്റും കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് ജോമോൻ ഭീഷണിയുമായി ഈ സ്റ്റാൻഡിൽ കയറി കളിക്കാൻ നിൽക്കേണ്ട. സ്റ്റാൻഡ് വിട്ട് പൊയ്ക്കോ. ഇതൊക്കെ ഒരുമാതിരി ജൂജൂബി പിള്ളേരോട് പോയി കാണിക്കും മോനെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബഹുമാനം കൊണ്ടാണെന്ന് കരുതിക്കോളൂ. മോനെ എന്ന് മാത്രമേ ഇപ്പോൾ വിളിക്കുന്നുള്ളൂ. വേറൊന്നും പറയാത്തത് അൺപാർലമെൻ്ററി ആയതുകൊണ്ടും നിന്റെ നിലവാരത്തിലേക്ക് താഴാൻ തൽക്കാലം താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഒരു ഭീഷണി ഞാൻ മാത്രമല്ല, നാട്ടുകാർ കൂടി കേട്ടോട്ടെ ജോമോനെ എന്ന്, നാട്ടുകാർ കൂടി കേട്ടോട്ടെ യൂത്ത് ജോമോനെ എന്ന് കരുതി തന്നെയാണ് അത് ഇങ്ങനെ കേൾപ്പിക്കുന്നത്.